ശങ്കരനാരായണ സ്വാമിയുടെ കൊടിമരത്തിൽ എണ്ണത്തോണി എടുക്കുകയാണ്. സ്വാമിയുടെ കൊടിമരമാണ്. എണ്ണ കൊണ്ട് എണ്ണത്തോണി എടുക്കുകയാണ്. എല്ലാവരും ഭക്തരാണ്. എല്ലാ ഭക്തരും എണ്ണത്തോണി ഒഴിക്കുന്നത് കണ്ടു. എണ്ണത്തോണി ശങ്കരനാരായണ സ്വാമിയുടെ കൊടിമരം എണ്ണത്തോണിയിൽ കിടക്കുകയാണ്. ഞാനും അത് ചെയ്തു. പക്ഷേ എനിക്ക് അതെടുക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റിയില്ല. അതിൽ ഹലോ, നാവായിക്കുളം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ കൊടിമരം എണ്ണത്തോണിയിൽ കിടക്കുന്ന ഭക്തരെല്ലാം എണ്ണ നിവേദ്യം ചെയ്യുകയാണ്. ഒരു ഭഗവാന് എണ്ണത്തോണിയിൽ ഇട്ടിരിക്കുകയാണ്. ഭക്തജനങ്ങളെല്ലാം കൊടിമരം ഭഗവാന്റെ മുന്നിൽ നിന്ന് കൊടിമരം ഇരിക്കുകയാണ്. കൊടിമരം എണ്ണത്തോണിയിലേക്ക് കിടക്കുകയാണ് ഭഗവാന്റെ. ഹായ്, ഹലോ, നാവായിക്കുളം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ കൊടിമരത്തിൽ എണ്ണ നിവേദ്യം നടക്കുകയാണ്. സ്വാമി ക്ഷേത്രമാണ്. ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രമാണ്. നാവായിക്കുളം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലെ അതുപോലെ അന്നദാനവും ഉണ്ട്. എല്ലാ ഭക്തജനങ്ങളും അന്നദാനമൊക്കെ കഴിക്കുകയാണ്. ഭഗവാന്റെ നല്ല ഭക്തജനങ്ങളെല്ലാം ഭക്ഷണത്തിന് വേണ്ടി, അന്നദാനത്തിന് വേണ്ടി, ഭഗവാന്റെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എല്ലാവരും ഭഗവാന്റെ പ്രസാദം കഴിക്കാനായിട്ട് തിക്കും തിരക്കുകളുമാണ്. എല്ലാ ഭക്തജനങ്ങളും കഞ്ഞി കുടിക്കുകയാണ്. ഭഗവാന്റെ പ്രസാദം കഴിക്കുകയാണ്. എല്ലാ കർമ്മങ്ങളിലും എല്ലാ ഭക്തജനങ്ങളും ഉണ്ടാകണം. ഈ ക്ഷേത്ര കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭഗവാന്റെ തിരുസന്നിധിയിൽ ഉദാരമായി സംഭാവന നൽകി സഹകരിക്കുവാൻ എല്ലാ ബഹുമാന്യ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് മുതൽ 6 മാസക്കാലം എല്ലാ ബഹുമാന്യ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര സമയത്ത് ഔഷധ എണ്ണ സമർപ്പിക്കുവാനുള്ള സൗകര്യം ദയവായി ബഹുമാന്യ ഭക്തജനങ്ങളും സഹകരിക്കുക. ഈ ക്ഷേത്ര സന്നിധിയിൽ ഇന്ന് നടന്ന ഈ പരിപാടിയിൽ പങ്കുചേർന്ന എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും ക്ഷേത്ര ഉപദേശക സമിതി സമർപ്പിക്കുന്നു. ഓം ശ്രീ ഭഗവാനെ എണ്ണത്തോണിയിലിട്ട്, ഭഗവാന്റെ കൊടിമര എണ്ണത്തോണിയിലിട്ട് 6 മാസം എണ്ണത്തോണിയിലേക്ക് ഇട്ടിരിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിവിടെ ഭഗവാന്റെ ഓഡിറ്റോറിയത്തിനകത്ത് കല്യാണം നടക്കുകയാണ്. ഭയങ്കര കല്യാണമാണ് നടക്കുന്നത്. ഈ ഭഗവാന്റെ മുൻവശമാണ്, ഓഡിറ്റോറിയമാണ്. ഭഗവാന്റെ കൊടിമരം എണ്ണത്തോണിയിലിട്ടിരിക്കുന്നത് 6 മാസത്തോളം അങ്ങനെ ഇട്ടിരിക്കുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എടുക്കത്തുള്ളതാണ്. അത് എടുക്കുമ്പോൾ നമുക്കതിൽ നിന്നും റെസിപ്റ്റ് സൂക്ഷിച്ച് വെച്ചിരുന്നു. നമുക്കതിൽ നിന്ന് എണ്ണത്തോണിയിൽ നിന്ന് നമുക്ക് ഭഗവാന്റെ എണ്ണ നമുക്ക് കിട്ടുന്നതാണ്.